ഡൽഹിയിൽ ജനം ടിവിയും ജനം സൗഹൃദവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജനോത്സവം 2026 പ്രശസ്ത ഗാനരചയിതാവും കവിയും തിരക്കഥാകൃത്തും സംവിധായകനും നിർമ്മാതാവുമായ ശ്രീകുമാരൻ തമ്പി, നടൻ രാഘവൻ, നടി ശ്രീലത നമ്പൂതിരി എന്നിവരെ ആദരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. ഏവർക്കും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയും സദസ്യരെയും സ്വാഗതം ചെയ്യുന്നതിനായി ജനോത്സവം ജനറൽ കൺവീനർ ശ്രീ ജി അശോക് കുമാർ IAS ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലുള്ള വിശിഷ്ടാതിഥികൾക്കെല്ലാം പേര് നമസ്കാരം. 3 ദിവസമായിട്ട് നമ്മളെല്ലാവരും മലയാളികൾ ഡൽഹിയിൽ അടിച്ചു പൊളിച്ച് വളരെയധികം മലയാളത്തിൻ്റെ സാംസ്കാരിക പ്രദർശനങ്ങൾ കണ്ട് പലരും വിസ്മയത്തോടെ പോയവരുണ്ട്. എന്നാൽ ഇവിടെ ഡൽഹിയിലൊക്കെ വളർന്ന മലയാളികൾക്ക് പലരും പല കലാരൂപങ്ങളും കണ്ടിട്ടില്ല. ഇവിടെ കേരളത്തിലുള്ളവർ പോലെ തന്നെ ഇതേപോലുള്ള പല രൂപങ്ങളും കണ്ടിട്ടില്ലായിരുന്നു. അത് ഈ ഡൽഹിയിൽ 3 വേദികളിലായിട്ട് കാണിക്കാൻ സാധിച്ചാൽ വളരെ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതേപോലെ തന്നെ നമുക്ക് പല വിശിഷ്ട സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ട് നമ്മുടെ എല്ലാം അഭിമാനമായി മാറിയ പലരും അവരുടെ കലാ പ്രദർശനം നടത്തുകയും ചെയ്തിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഈ ഹാളിൽ വളരെയധികം അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ പ്രോഗ്രാം നടന്നായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇന്ന് ഈ പ്രോഗ്രാമിന് വന്ന നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് 2 മെയിൻ പരിപാടികളുണ്ട്. അതിലൊന്ന് 3 വിശിഷ്ട വ്യക്തികൾക്ക് അവാർഡ് നൽകുക ആദരിക്കുക എന്നുള്ളതാണ്. ശ്രീകുമാരൻ തമ്പി സാറിനെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം രചിച്ച ഗാനങ്ങളുടെ മാധുര്യം നമുക്കെല്ലാം അറിയാം. ഒരു സിനിമാ നിർമ്മാതാവ്, ഡയറക്ടർ, ഗാനരചയിതാവ്, അങ്ങനെ പല രൂപങ്ങളിൽ സിനിമയുടെ എല്ലാ മേഖലകളിലും വ്യാപിച്ച് തനതായ മുദ്ര പതിപ്പിച്ചിട്ടുള്ള ശ്രീകുമാരൻ തമ്പി സാറ് ഉണ്ട് നമ്മുടെ കൂടെ. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ രാഘവൻ സാർ, അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നടനാണ്. മലയാളത്തിൽ എല്ലാവർക്കും ഒരു പാട്ട്, ചക്രവർത്തിനി നിനക്ക് ഞാനെൻ്റെ, ആ പാട്ട് അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. അന്ന് പ്രേം നസീർ അങ്ങനെയുള്ള പല വലിയ നടന്മാർക്ക് ഒപ്പം നിന്ന് വളരെയധികം ഓജസ്സുള്ളൊരു നടനായിട്ട് നമുക്കെല്ലാം അറിയാവുന്ന ഒരു മഹാനടനാണ് രാഘവൻ സാറ്. അദ്ദേഹത്തെ കൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ പ്രോഗ്രാമിനിട്ട് വന്നിട്ടുള്ള ബാക്കി വിശിഷ്ട അതിഥികളിൽ നമുക്ക് അറിയാവുന്ന ശ്രീലത മാഡം എല്ലാ മലയാളികളെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ട് വളരെയധികം വിവിധ തരത്തിലുള്ള ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുള്ള ശ്രീലത മാഡം കൂടെ ഉണ്ട്. മാഡത്തിനെ കൂടെ ഈ പ്രോഗ്രാമിൽ, ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ജനം ടിവിയുടെ ഡയറക്ടർ ബോർഡിലുള്ള സുരേഷ് കുമാർ, സഞ്ജീവൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജനം ടി വി, സതീഷ് നദിരിപ്പാട് നമ്മുടെ ഡയറക്ടർ ജനറൽ ദൂരദർശൻ, ജിജി കുമാർ ഡയറക്ടർ, കൃഷ്ണകുമാർ ഡയറക്ടർ, മിസ്റ്റർ ശ്രീധരൻ,
ഡയറക്ടർ ജനം TV, നമുക്കെല്ലാം പരിചിതനായിട്ടുള്ള രാജീവ് അഞ്ചൽ, അദ്ദേഹം കൂടെ സിനിമയുടെ സ്കൾപ്റ്ററായിട്ടും സിനിമയുടെ രൂപകൽപ്പനയിലും വ്യക്തിമുത്ത് പതിപ്പിച്ചിട്ടുള്ള രാജീവ് അഞ്ചൽ ജിക്കും, മനോജ് കുമാർ, ഡയറക്ടർ ജനറൽ, മിനിസ്ട്രി പെട്രോളിയം, ജയപ്രകാശ്, ജനം സഹൃദവേദി, ഇങ്ങനെ ഈ വേദിയിലുള്ള എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു. അതേപോലെ തന്നെ ഇന്ന് ഈ പ്രോഗ്രാമിന് വന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. നമ്മളിതിൻ്റെ സക്സസ് റേറ്റ് ചെയ്തിട്ടാണ് ഇനിയും അങ്ങോട്ട് പോകുന്നത്. നമുക്ക് കിട്ടിയ റെസ്പോൺസ് വളരെ നല്ലതായിരുന്നു. ദി റെസ്പോൺസ് ഓഫ് ദ പബ്ലിക് ഹാഡ് ബീൻ എക്സലൻറ്റ് ആൻഡ് അവർ എല്ലാം നമുക്കൊരു ഹൈ ലെവൽ ക്വാളിറ്റി പ്രോഗ്രാം ഇവിടെ കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞൊരു ഫീഡ്ബാക്ക് ഉണ്ട്. അപ്പോൾ അതേ ലെവലിൽ തന്നെ ആ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ട് അതേ ലെവലിൽ തന്നെ ഞങ്ങൾ ഇനിയും പ്രോഗ്രാം നടത്തും. ആ ഒരു ആശ്വാസവും ധൈര്യവും നമുക്ക് വന്നിട്ടുണ്ട്. സോ ആ ഒരു ആത്മവിശ്വാസത്തിലൂടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്കുള്ള മീഡിയ പാർട്ട്നേഴ്സും മീഡിയ ഉള്ള സഹോദരന്മാരെയും ബാക്കി ഈ പ്രോഗ്രാമിൽ ഇവിടെ ഇന്ന് വന്നിട്ടുള്ള എല്ലാവരെയും ഒന്നുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുകയും ചെയ്യുന്നു.